ദേവിക എവിടെ? മുറിയിലാണോ? സിദ്ധു, ഇനി മുതൽ എന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. മറ്റാരെക്കുറിച്ചും എന്നോട് അന്വേഷിക്കണ്ട. എന്താ? ദേവിക എവിടെയെന്ന് ദേവികയോട് ചോദിച്ചാ മതി. മനസ്സിലായില്ല. ഞാനൊരമ്മയാ. മക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ഒന്ന് കണ്ണടച്ചു പോവും. ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെയാ. അത് മക്കളുടെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നതൊന്നുമല്ല. ഒരമ്മയും മക്കള് കുറ്റവാളികളൊന്നും ആയി കാണാൻ ആഗ്രഹിക്കില്ല. മക്കളും ഭർത്താവും ഒക്കെയാ ഒരമ്മയുടെ ലോകം. നന്ദന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് സംഭവിച്ചതല്ല. പക്ഷെ അവന്റെ വിഷമങ്ങൾ എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. സിദ്ധു എന്നെ എന്തൊക്കെയാ പറഞ്ഞ് ആക്ഷേപിച്ചത്? ദേവികയും ബഹളം ഉണ്ടാക്കിയില്ലേ? നന്ദൻ വീട്ടിൽ വന്നില്ലാന്നും പറഞ്ഞ് അവള് കുറ്റക്കാരിയാക്കിയത് എന്നെയാ. ഞാൻ അവനെ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പോലെ. അതുകൊണ്ടാ പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് ഇനി മുതൽ എന്നോട് അന്വേഷിക്കണ്ട. കൊള്ളാം, നല്ല ന്യായം. താൻ അമ്മയുടെ മഹാത്മ്യം പറയുന്നു. അച്ഛനെക്കുറിച്ച് താൻ പറഞ്ഞതിനപ്പുറം പറയാൻ എനിക്കുമുണ്ട്. അമ്മമാര് കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അച്ഛന്മാര് കരയുന്നത് അവരുടെ മനസ്സിലാ. പോട്ടെ, അച്ഛനാണോ അമ്മയാണോ വലുതെന്നുള്ള മത്സരമല്ലല്ലോ നടക്കുന്നത്. ഇവിടെ തന്നെ ആരും മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയിട്ടില്ല. തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് കാരണം മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുമെന്നാ പറഞ്ഞത്. ആ ഫയൽ കാണാത്തതിൽ ദേവിക അനുഭവിക്കുന്നത് തനിക്കറിയാം. ഇപ്പൊ ഇതാ ഇസബല്ലയുടെ കൂടെ നന്ദൻ എവിടെയോ പോയിരിക്കുന്നു. താൻ അമ്മയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ദേവിക എന്ന ഭാര്യ അനുഭവിക്കുന്നതിനെ കുറിച്ച് താൻ പറയാത്തെന്താ? നമ്മളെ ദൈവങ്ങളെ പോലെ കണ്ടിരുന്ന ദേവിക ഇന്ന് ശക്തമായി പ്രതികരിക്കണമെങ്കിൽ അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ഊഹിച്ചൂടെ? ഇപ്പൊ തന്നെ CM-നെ കാണാൻ സമയമായി. ഫയൽ നഷ്ടപ്പെട്ടതിന് CM എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയൂ. അവൾ എന്തുമാത്രം ടെൻഷനിലായിരിക്കും അറിയൂ തനിക്ക്? ഒന്നുമില്ലെങ്കിലും അവൾ നമ്മുടെ മകന്റെ ഭാര്യയല്ലേ? ആ ഒരു പരിഗണന കൊടുത്തൂടെ? ദേവിക മോളെ. ദേവിക ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിരിക്കുക. ഇന്ന് വരെ മീറ്റിംഗ് ഒന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. സമയമായല്ലോ. ഹലോ അച്ഛാ. നീ എവിടെയാ മോളെ? ചീഫ് മിനിസ്റ്ററെ കാണാൻ പോണ്ടേ? വേഗം വാ. അച്ഛാ, ഞാനൊരു യാത്രയിലാ. യാത്രയോ? CM-ആയിട്ടുള്ള മീറ്റിംഗും അതിന്റെ പ്രാധാന്യവും ഞാൻ പറഞ്ഞതല്ലേ? അച്ഛാ, ആ ഫയൽ കയ്യിലില്ലാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ.